ഒരു രൂപ നോട്ടിന്റെ 75ാം പിറന്നാളായിരുന്നു ഇന്നലെ. ഒരു രൂപ കൊണ്ട് കാര്യമായി ഒന്നും കിട്ടാത്ത ഇക്കാലത്ത് 1 ലക്ഷത്തിലധികം 1 രൂപയുടെ നോട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു LP സ്കൂൾ അധ്യാപകനുണ്ട് ആലപ്പുഴ ചേർത്തലയിൽ. നമുക്ക് അദ്ദേഹത്തെ കാണാം. ആയിരത്തി 1949 ഓഗസ്റ്റ് 12-നാണ് സ്വതന്ത്ര ഇന്ത്യ ആദ്യമായി 1 രൂപ നോട്ട് അച്ചടിക്കുന്നത്. ഇടയ്ക്ക് പല ഇടവേളകളുണ്ടായെങ്കിലും 2020 വരെ അച്ചടി തുടർന്നു. ആദ്യത്തേതു മുതൽ 2020 വരെ ഇറങ്ങിയ മുഴുവൻ 1 രൂപ നോട്ടുമുണ്ട് ചേർത്തല സ്വദേശിയായ അരവിന്ദ് കുമാർ പൈയുടെ ശേഖരത്തിൽ. ഒരു ലക്ഷത്തിലധികം 1 രൂപ നോട്ട് ശേഖരിച്ച് സൂക്ഷിച്ചതിന് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട് ഇദ്ദേഹം. വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു 600-700 1 രൂപ നോട്ട് കൈവശം ഉണ്ടായിരുന്നു. ഞാൻ ഈ നോട്ടുകൾ കൂടുതൽ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു 2-3 ധനകാര്യ സെക്രട്ടറിമാരുടെ നോട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ കൈവശം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. എൻ്റെ ചെറുപ്പത്തിൽ 1 രൂപ നോട്ട് പ്രചരണത്തിലുണ്ട്. 94 വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം എനിക്കൊരു 18-19 വയസ്സായപ്പോഴാണ് പിന്നെ ഇത് കൂടുതൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ആരും 1 രൂപ നോട്ട് ശേഖരിക്കുന്നില്ല എന്നൊരു വസ്തുത ഞാൻ മനസ്സിലാക്കി. അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ശേഖരിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടായി ഇത് കൂടുതൽ കളക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കൊൽക്കത്തയിൽ നിന്ന് ഒരുപാട് ശേഖരിച്ചു, ചെന്നൈയിൽ നിന്ന് ശേഖരിച്ചു, നമ്മുടെ ഡൽഹിയിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്, ബാംഗ്ലൂർ, പല മെട്രോ നഗരങ്ങളിലും അല്ലെങ്കിൽ വൻ നഗരങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ചു. കളക്ടേഴ്സ് ഡേയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, സ്റ്റാമ്പുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്, RBIകളിൽ നിന്നും ക്യൂ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള ആൾക്കാർ എനിക്ക് വേണ്ടി വാങ്ങി തന്നിട്ടുണ്ട് പല ക്യൂവിലും പോയിട്ട്. 75 വർഷം ഇങ്ങനെ തികയുമ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1 രൂപ ശേഖരിച്ച് തന്നെയാണ്. ചേർത്തല ടൗൺ LP സ്കൂളിലെ അധ്യാപകനാണ് അരവിന്ദ് കുമാർ പൈ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ ഈ അധ്യാപകനെ പറ്റി പറയാനായിട്ട് നമുക്കൊപ്പമുണ്ട്. രഘു, എന്താണ് ഈ അധ്യാപകൻ, അതായത് 1 ലക്ഷത്തിലധികം 1 രൂപ നോട്ടുകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇതിങ്ങനെ എന്ത് ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം? ഇതിങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണല്ലോ, മറ്റുള്ളവരെ കാണിക്കും. എന്താണ് അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എൻ്റെ പേഴ്സിൽ കൊണ്ട് 1 രൂപയുടെ നോട്ട്. ഇതെന്തിനാണ് എൻ്റെ പേഴ്സിൽ വെച്ചിരിക്കുന്നതെന്നോ എത്ര നാളായി എൻ്റെ പേഴ്സിൽ ഇരിക്കുന്നതെന്നോ എനിക്കറിയത്തില്ല. എപ്പോഴോ എൻ്റെ കൂടെ കൂടിയതാണ്. ഇതേപോലെ നമ്മളിൽ പല ആളുകളുടെയും പേഴ്സിലും അല്ലെങ്കിൽ നമ്മളുടെ മേശയുടെയൊക്കെ അടിയിലുമൊക്കെ നമ്മളിങ്ങനെ 1 രൂപ നോട്ട് വെക്കാറുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഒരു ചെറിയ രൂപവും അല്ലെങ്കിൽ മൂല്യവും കുറവും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം നമ്മളിത് സൂക്ഷിക്കുന്നത്. എന്തായാലും ഒരു ചില്ലറക്കാരനല്ല 1 രൂപ നോട്ട്. സാധാരണ നിലയിൽ നമ്മളുടെ നോട്ടുകളിലെല്ലാം റിസർവ് ബാങ്ക് ഗവർണറാണ് ഒപ്പിടുന്നത്. എന്നാൽ 1 രൂപ നോട്ടിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ, അതായത് ധനകാര്യ വകുപ്പ് സെക്രട്ടറിയാണ് ഒപ്പിടുന്നത്. അതായത് കേന്ദ്ര സർക്കാർ നേരിട്ട് അച്ചടിച്ച് ഇറക്കുന്ന ഒരു നോട്ടായിരുന്നു 1 രൂപ. ബാക്കിയെല്ലാം റിസർവ് ബാങ്ക് ഗവർണറാണ് ഇറക്കുന്നത്. എന്തായാലും അങ്ങനെ പല പ്രത്യേകതകളും 1 രൂപ നോട്ടിനുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം 2020 വരെയാണ് ഇതിൻ്റെ അച്ചടി തുടർന്നത്. പിന്നീട് 1 രൂപ നോട്ടിൻ്റെ അച്ചടി അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ചില ബാങ്കുകളിലൊക്കെ ഇപ്പോഴും 1 രൂപ നോട്ടിൻ്റെ ശേഖരം, പ്രത്യേകിച്ച് വിഷുക്കാലത്തൊക്കെ, വിഷു സമയത്തൊക്കെ ചില ആളുകൾ 1 രൂപയുടെ നല്ല പുതിയ നോട്ട് കഴിഞ്ഞ വിഷുവിനും നൽകിയിരുന്നു. അങ്ങനെ ചിലയിടത്തൊക്കെ 1 രൂപ നോട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ അരവിന്ദ് കുമാറിന് ഇതിലൊരു ക്രേസാണ്. പുള്ളി ജനിച്ചപ്പോൾ മുതൽ ഇത്തരത്തിൽ, അല്ലെങ്കിൽ കുറച്ച് പ്രായമായ ഘട്ടത്തിലൊക്കെ മുതൽ തന്നെ 1 രൂപ നോട്ട് ശേഖരിക്കുന്നുണ്ട്. 1 ലക്ഷത്തിലധികം രൂപയുടെ 1 രൂപ നോട്ടാണ് ഇത്തരത്തിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. 1 രൂപ നോട്ട് പല ആളുകളും ശേഖരിക്കാറുണ്ട്, ഞാൻ ഉൾപ്പെടെ പല ആളുകളും ശേഖരിക്കാറുണ്ട്. പക്ഷേ രഘുവിന്റെ കയ്യിലും ഒരു രൂപ നോട്ടുണ്ട്. അങ്ങനെ പലരിടത്തും പലതരത്തിലുള്ള ശേഖരങ്ങൾ ഉണ്ടാകുമല്ലേ, പഴയ കാലത്തിന്റെ ഓർമ്മയും മുന്നോട്ടേക്ക് പറ്റുവല്ലരെയും കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട്.